നമ്മൾ ആദ്യം ഫിസിയോതെറാപ്പി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മസിൽസ്, എക്സസൈസ്, റീഹാബിലിറ്റേഷൻ എന്നിവ മാത്രമുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ കരിയർ എന്നായിരിക്കും എന്നാണ്. വൈറ്റ് കോട്ട്, ക്ലിനിക്കൽ ലൈഫ്, പേഷ്യൻസ് റിക്കവറി, അങ്ങനെ ഒരു പെർഫെക്റ്റ് കരിയർ ജേർണി ആയിരിക്കും നമ്മളുടെ ഒരു ഔട്ട്ലൈൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച്. പക്ഷെ ഈ ഒരു യാത്രയുടെ ഇമോഷണൽ സൈഡിനെ കുറിച്ച് ആരും അധികം പറയാറില്ല. ആദ്യകാലത്തൊക്കെ നിങ്ങൾ ഭയങ്കര ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അനാട്ടമി ടെക്സ്റ്റ് തുറക്കുമ്പോൾ തന്നെ തലകറങ്ങും. മസിൽസ്, ഒറിജിൻ, ഇൻസർഷൻ, സ്പെഷ്യൽ ടെസ്റ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പഠിക്കും എന്നൊരു ഭയം തോന്നും. ക്ലാസ്സിൽ ചിലർ കോൺഫിഡൻസ് ആയിട്ട് ആൻസേഴ്സ് പറയുമ്പോൾ നമുക്ക് ബേസിക്സ് പോലും അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യും, സെൽഫ് ഡൗട്ട് വരും, നമ്മുടെ ഈ ഫീൽഡിന് ചേർന്നതാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർക്കണം, ഇപ്പൊ നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ഒരുവിധം എല്ലാ നല്ല ഫിസിയോതെറാപ്പിസ്റ്റും ഒരു ടൈം സ്ട്രഗിൾ ചെയ്ത് ഒരു ടൈം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെയാണ്. ഇന്ന് കോൺഫിഡൻസ് ആയിട്ട് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന എത്രയോ ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു ടൈം പ്രാക്ടിക്കൽ എക്സാംസിന് പേടിച്ചവർ തന്നെയായിരുന്നു. ക്ലിനിക്കൽ പോസ്റ്റിംഗ്സിന് പേടിച്ചവരാണ്. മിസ്റ്റേക്സ് വരുമോ എന്ന് ടെൻഷൻ അടിച്ചവരാണ്. ഫിസിയോതെറാപ്പി ഒരു ദിവസം കൊണ്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല, അത് നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു ജേർണിയാണ്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, ഹ്യൂമൻ ബോഡി എന്നുള്ളത് അനാട്ടമി ടെക്സ്റ്റ് മാത്രമല്ല, അത് പെയിൻ ഉള്ള, ഫിയർ ഉള്ള, ഹോപ്പ് ഉള്ള ആളുകളാണ്. അവിടെയാണ് ഫിസിയോതെറാപ്പി അടിപൊളിയാകുന്നത്. കാരണം ഈ പ്രൊഫഷൻസ് ഇഞ്ചുറി മാത്രം ട്രീറ്റ് ചെയ്യുന്നതല്ല, ഒരാളുടെ കോൺഫിഡൻസ് തിരികെ നൽകുന്നതാണ്. നടക്കാൻ കഴിയാത്ത ഒരാളെ പിന്നെയും നടക്കാൻ സഹായിക്കുന്നതാണ്. ഒരു അത്ലറ്റിനെ അവർ ഇഷ്ടപ്പെടുന്ന ഗെയിമിലേക്ക് തിരികെ എത്തിക്കുന്നതാണ്. വീക്സ്, മന്ത്സ് ആയി സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രോക്ക് പേഷ്യന്റിന്റെ ചെറിയ മൂവ്മെന്റ്സ് പോലും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ആ മൊമെന്റ്സ് നിങ്ങളുടെ സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ വേർത്താക്കി മാറ്റും. പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. ആദ്യത്തെ വർഷം തന്നെ എല്ലാം അറിയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സ്കിൽസും ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നതും അല്ല. മറ്റുള്ളവരുടെ ചാപ്റ്റർ 10 നമ്മളുടെ ചാപ്റ്റർ 1 കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. സ്ലോ ആയി ലേൺ ചെയ്യൂ, കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസ് ചെയ്യൂ, ഡൗട്ട്സ് ചോദിക്കാൻ മടിക്കുക വേണ്ട. കാരണം ഫിസിയോതെറാപ്പിയിൽ ക്യൂരിയോസിറ്റി ഉള്ളവരാണ് മികച്ച തെറാപ്പിസ്റ്റ് ആവുന്നത്. മാർക്സ് മാത്രമല്ല, എല്ലാം അറിയുന്നവരല്ല, ബൈഹാർട്ട് മാത്രം പഠിച്ചവരും അല്ല. അതെ, ലേണിംഗ് നിർത്താത്തവരാണ് ബെസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ്. ഡിഫിക്കൽട്ടീസ് വരും. പോസ്റ്റിംഗ് കഴിഞ്ഞ് മെന്റലി ആൻഡ് ഫിസിക്കലി എക്സോസ്റ്റഡ് ആകുന്ന ദിവസങ്ങൾ വരും. പേഷ്യൻസ് ഇംപ്രൂവ് ആവാത്ത ദിവസങ്ങൾ പോലും വരും. അൺഅപ്രീഷിയേറ്റഡ് ആയി തോന്നും. ഇത്ര എഫേർട്ട് വർത്ത് ആണോ എന്ന് പോലും തോന്നും. അത്തരം ദിവസങ്ങളിൽ നിങ്ങൾ ഈ ജേർണി തുടങ്ങാനുള്ള കാരണം ഓർക്കണം. ഹെൽത്ത് കെയറിനോടുള്ള ഇഷ്ടം കൊണ്ടാകാം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാകാം, ഫിസിയോതെറാപ്പി ചെയ്ത് റിക്കവർ ആയ ഒരു പേഷ്യന്റിനെ കണ്ടുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാവാം. വാട്ട് എവർ ദ റീസൺ ഈസ്, ടെമ്പററി സ്ട്രഗിൾസ് നിങ്ങളുടെ പേർപ്പസ് മറക്കാനാക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ പ്രൊഫഷനിലെ കമ്മ്യൂണിക്കേഷൻ ആണ് ക്ലിനിക്കൽ നോളജിനേക്കാളും കൂടുതൽ വേണ്ടത്. പേഷ്യൻസ് എക്സസൈസ് മറക്കും. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത രീതി, നിങ്ങൾ ഹെൽപ്പ് ചെയ്ത രീതി, നിങ്ങൾ പേഷ്യന്റിനെ ലിസൺ ചെയ്ത രീതി, ഇതൊന്നും പേഷ്യൻസ് മറക്കില്ല. ഇമോഷണലി സെൻസിറ്റീവ് ആയ ഒരാളാണെങ്കിൽ പോലും അതിനെ വീക്ക്നെസ് ആയി കരുതരുത്. അത് തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. കാരണം എമ്പതി ട്രസ്റ്റ് ഉണ്ടാക്കും, ട്രസ്റ്റ് റിക്കവറി ഉണ്ടാക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിനോടും പറയാനുള്ളത്, കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും ഓക്കെയാണ്, ഓവർവെൽഡ് ആണെങ്കിൽ പോലും ഓക്കെയാണ്, കോൺഫിഡൻസ് കുറവാണെങ്കിൽ പോലും ഓക്കെയാണ്. ഗ്രോത്ത് സ്ലോ ആയിരിക്കും, പക്ഷെ പവർഫുൾ ആയിരിക്കും. ഒരിക്കൽ നിങ്ങൾ ക്ലിനിക്കിൽ നിൽക്കുമ്പോൾ ആലോചിക്കും, നിങ്ങളിപ്പോൾ ആ പഴയ സ്കെയർഡ് ബിഗിനർ അല്ല എന്ന്. കോൺഫിഡൻ്റ് ആയി കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കും. പേഷ്യൻസിന് ഹോപ്പ് കൊടുക്കുന്ന, സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരാളായിരിക്കും. പെയിൻഫുൾ ഫേസിൽ പോകുന്ന പേഷ്യൻസിന് സേഫ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ വേർഷൻ ഓഫ് യു ഇപ്പോൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓരോ ലെക്ചറിലും, ഓരോ പ്രാക്ടിക്കലിലും, ഓരോ മിസ്റ്റേക്സിലും, ഓരോ ചെറിയ എഫേർട്സിലും. സോ ബി പേഷ്യൻറ്റ് ഫോർ യുവർ സെൽഫ്. ഫിസിയോതെറാപ്പി ഒരു ഡിഗ്രി മാത്രമല്ല. ഫിസിയോതെറാപ്പി ഈസ് എ പ്രൊഫഷൻ ദാറ്റ് മേക്സ് യു സ്ട്രോങ്ങർ, കൈൻഡർ, ഡിസിപ്ലിൻ ആൻഡ് മോർ ഹ്യൂമൻ. ഇനിയിപ്പോൾ ആരും നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്.